കൊല്ലം ആയൂരിൽ KSRTC ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ടെമ്പോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. വെളിയം സ്വദേശി ഷിബു ആണ് മരിച്ചത്. KSRTC ബസ്സിൽ ഉണ്ടായിരുന്ന 30-ലധികം യാത്രക്കാർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. അഞ്ചൽ ആയൂർ റോഡിൽ ആയൂർ ഐസ് പ്ലാന്റിന് സമീപത്ത് ഇന്ന് രാവിലെ 7:30യോടെയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ടെമ്പോ വാനിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വാഹനം സമീപത്തുണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത്. ഈ സമയം വൈദ്യുതി ലൈനിൽ നിന്ന് തീപ്പൊരി ഉണ്ടായെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഷിബുവിന്റെ ശരീരഭാഗങ്ങൾ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു. ഉടൻ തന്നെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോൾ ബസ്സിനകത്തുള്ള ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിനകത്ത് കയറി ബസ്സിനകത്തുള്ളവരെ എല്ലാവരും രക്ഷപ്പെടുത്തി. പക്ഷെ ടെമ്പോ ഇരുന്നവരെ കാണുന്നില്ല. പിന്നെ വന്നപ്പോൾ അവർക്ക് സംസാരിക്കാനോ മിണ്ടാനോ ശബ്ദിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായി. വിഷമമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ പൊട്ടി തീപ്പൊരി പാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ 100 വട്ടം വിളിച്ചിട്ട് അവർ ഫോൺ മാറ്റി വെച്ചേക്കുമായിരുന്നു. അവർ ഫോൺ എടുത്തില്ല. 3 പേർക്ക് നല്ല പരിക്കാണ് ടെമ്പോയിലിരുന്നത്. രാവിലെ മഴയുണ്ടായിരുന്നു. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ് റബ്ബർ തൈകളും കയറ്റി കുളത്തുപുഴയ്ക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്ന ദൃക്സാക്ഷികൾ പറയുന്നു. റോഡിന്റെ മധ്യഭാഗത്ത് വരെ കരിങ്കല്ലുകൾ ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. ഈ അപകടം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ഈ പറയുന്ന വസ്തുവിന്റെ വൈഡനിങ് വാൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നുവെന്ന് നാട്ടുകാർക്ക് പരാതി ഉണ്ടായിട്ടുണ്ട്. കാര്യം ഒരു വണ്ടിക്ക് അങ്ങോട്ട് ഇങ്ങനെ പോകാൻ ഒരു വീതിയില്ല. ഒരു ബസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, മറ്റേ ടിപ്പർ ലോറി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇടിച്ചു മറിയുക. ഈ ഭാഗത്ത് മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപകടം പറ്റിയ വാഹനങ്ങൾ റോഡിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. റിപ്പോർട്ടർ, കൊല്ലം.